ഹലോ വെൽക്കം ടു ലേണിംഗ് പാണ്ട. നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്നതൊക്കെയാണ് മെയിൻലി ബെൽറ്റ് ഡ്രൈവ്സ്. ഓക്കെ, അതിൽ തന്നെ നോക്കും ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്സ് നോക്കും, അതുപോലെ വി ബെൽറ്റ് ഡ്രൈവ്സ് നോക്കും. പിന്നെ നമ്മൾ നോക്കുന്നത് ചെയിൻ ഡ്രൈവ്സ് ആണ്. ഓക്കെ, ചെയിൻ ഡ്രൈവ്സ് അത് നമ്മൾ മുമ്പത്തെ ഒരു സെഷനിൽ നമ്മൾ ഗിയർ ഡ്രൈവ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഗിയർ അതിൻ്റെ ടേംസും പിന്നെ ഗിയർ ട്രെയിൻസ് അറേഞ്ച്മെൻറ്റ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ബെൽറ്റും ചെയിനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡിസൈൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഈ ഒരു ബെൽറ്റും ചെയിനായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡിസൈൻ ഫാക്ടേഴ്സും കൂടെ നമ്മൾ നോക്കും. ഡിസൈൻ ഫാക്ടേഴ്സ് പറയുമ്പോൾ അതിൻ്റെ ഡിസൈൻ നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റ്സ് ഫിലോസഫി എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ അതിൽ ബന്ധപ്പെട്ടുള്ള ചില ഇക്വേഷൻസ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ് ആർ ടു കോമൺ മെക്കാനിക്കൽ ഡ്രൈവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെക്കാനിക്കൽ ഡ്രൈവ്സ് എന്നുള്ള ടേം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ ഡ്രൈവ്സ്. ഓക്കെ, എന്താണ് മെക്കാനിക്കൽ ഡ്രൈവ്? അതിൻ്റെ പേർപ്പസ് എന്തായിരിക്കും? ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് മോഷൻ ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ കമ്പോണൻസ് അല്ലെങ്കിൽ ലിങ്കേജസിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക മെക്കാനിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുക. അത് പോസിറ്റീവ് ഉണ്ട്, അതേപോലെ നോൺ പോസിറ്റീവും ഉണ്ട്. ഇത് പോസിറ്റീവ് പറഞ്ഞാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. അതായത് ത്രൂ കോണ്ടാക്ട് അല്ലേ, ത്രൂ കോണ്ടാക്ട്, ആ കോണ്ടാക്ട് വഴി പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്. ഫോർ എക്സാമ്പിൾ ഗിയർ അല്ലേ, ഗിയർ. ഇപ്പോൾ ഒരു ഗിയർ മറ്റൊരു ഗിയറിലേക്ക് എങ്ങനെയാണ് മോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് കോണ്ടാക്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ചെയിൻ എടുത്ത് നോക്കിയാലോ, ചെയിൻ ഡ്രൈവ് നിങ്ങൾക്കറിയാം. ചെയിൻ ഡ്രൈവിൻ്റെ കേസിൽ എങ്ങനെയാണ്? അതിൻ്റെ മേലെ ഒരു പുള്ളിയുണ്ട്, 2 പുള്ളി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സെറ്റപ്പ് അതിൻ്റെ മേലെ കാണാം നിങ്ങൾക്ക് അല്ലേ? ഒരു ടീത്തഡ് പുള്ളിയാണ്. ഈ ടീത്തഡ് പുള്ളി നമ്മൾ പറയുന്നതാണ് സ്പ്രോക്കറ്റ് അല്ലേ? ഈ സ്പ്രോക്കറ്റിന് മേലെ ഈ ചെയിൻ വന്ന് നിന്ന് ആ ചെയിൻ അവിടെ ലോക്കായി അതുവഴിയാണ് മോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു ബെൽറ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയാൽ ബെൽറ്റ് ഡ്രൈവ് എന്താ ഉണ്ടാവുക? ഒരു പുള്ളിയുണ്ട്, ആ പുള്ളിയുടെ മേലെ ബെൽറ്റ് ഇങ്ങനെ അതിന് മേലെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബെൽറ്റ് അതിന് മേലെ ഇങ്ങനെ കിടക്കുന്നു, അല്ലാതെ അത് ലോക്കും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ലോക്കും പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്തല്ല, പോസിറ്റീവ് അല്ല. അപ്പോൾ ഈ ഗിയറും ചെയിനും എടുത്ത് നോക്കുക. ഈ ഗിയറിലാണെങ്കിലും ചെയിനിലാണെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു ലോക്കിംഗ് മെക്കാനിസം, ഒരു പോസിറ്റീവ് കോണ്ടാക്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഒരു പോസിറ്റീവ് മെക്കാനിക്കൽ ഡ്രൈവാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഇതുണ്ടല്ലോ, എന്താണ് ബെൽറ്റ് ഡ്രൈവ്, അതെന്തല്ല, പോസിറ്റീവ് ഡ്രൈവ് അല്ല.